എന്താ സാറേ? എടോ ഇതിന്റെ വീൽ കപ്പ് ഉണ്ടോ? എവിടെ പോയി? ഞാനൊരു കല്യാണത്തിന് പോയിച്ച് വരുന്ന വഴിയാ. സാറിന്റെ കാര്യമല്ല, വീൽ കപ്പ് എവിടെ പോയിന്ന്. അതറിയാതെ ഞാൻ പോയി എടുക്കില്ല. അത് ശരിയാ. സാറൊരു പണി, ആ സ്റ്റൂളിലിരുന്ന് ഇത് മൊത്തം ഒന്ന് വായിക്ക്. ഞാനൊന്ന് തപ്പട്ടെ. ചെന്ന് വായിക്ക് സാറേ. വീൽ കപ്പേ കപ്പേ. ഉള്ളൂ, ഇത് പറ്റുമെന്ന് നോക്കിക്കേ. ആഹാ, കൊള്ളാമല്ലോ. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ചു സാറേ. എത്രയാ? അയ്യോ, ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയാ? തരുന്നത് വാങ്ങും. ഇതിരിക്കട്ടെ. ഓ, ഇനിയും വരണല്ലോ. വരുമല്ലോ. മിടുക്കൻ. കള്ളന്മാരുടെ ലോകത്തൊരു വലിയ ഭാവി നിനക്ക് ഞാൻ കാണുന്നുണ്ട്. ആ ഉണക്ക കാലത്ത് പിടിച്ച ഇന്ന് കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട്. TV പുറകെ വരുന്നുണ്ട്. അതെ, ഒരുപാട് വീടുള്ള കോളനിയിൽ ഒടുക്കത്തെ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് താരിങ്ങനെ വട്ടം കറങ്ങി നടക്കുക. അവിടെയൊക്കെ കയറി ഇറങ്ങിയാലുണ്ടല്ല, ജീവിതകാലം മുഴുവനും നമുക്ക് ഇരുന്നും നിന്നും കിടന്നും തിന്നാളുണ്ടാക്കാം. കേണലെന്ന് കേട്ടോടാണ്ടല്ല, ആ വീട്ടുകാർ മണ്ടന്മാര് ത്രില്ലടിച്ചിരിക്കാന്നാ ബ്രോക്കർ പറഞ്ഞത്. അതല്ല, കേണലും ഭാര്യയും കൂടി സ്വൈര ജീവിതത്തിന് ചെല്ലൂന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭാര്യ എല്ലാം അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? അയ്യോ, അത് ഞാൻ മറന്നു. ഇനിയിപ്പോ ഭാര്യ ഉണ്ടാക്കണോ? അല്ലേ, ഉണ്ടാക്കണം. ഉണ്ടാക്കാം. എന്തിനാ ഇവനൊക്കെ കാർ ലോക്ക് ചെയ്തിട്ട് പോകുന്നേ? എക്സ്ക്യൂസ് മീ, ഒരു ലിഫ്റ്റ് തരോ? താങ്ക്സ്. എന്റെ വണ്ടി കേടായി, ദാ മാറ്റിയിട്ടിരിക്കുന്നു. സാർ എവിടം വരെയുണ്ട്? എവിടെ വേണമെങ്കിലും പോവാലോ. എന്താ പേര്? മാധുരി. ഞാൻ 10-20 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ കണ്ടിട്ടില്ലേ? പിന്നെ ഇപ്പൊ കള്ളന്മാരുടെ ലോകം എന്ന ചിത്രത്തിൽ നായികയെ അഭിനയിച്ചോണ്ടിരിക്കുക. അയ്യോ, ഐ എം സോറി, ഇന്നെന്റെ ബർത്ത്ഡേയാ. സാറിന്റെ പേരെന്താ? വിജയകുമാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അയ്യേ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഇതാ. ഇത് ചോക്ലേറ്റ് റാണി, മധുരം കൊണ്ട് മയക്കുന്ന പെണ്ണ്. എന്റെ കസ്റ്റമറാ. ഇത് ആർക്കെ, ഇത് എന്റെ കസ്റ്റമറാ. കള്ളൻ. മനസ്സിലായി. ഇനി നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആ ടോക്കിയോ നഗറിൽ കയറി നിരങ്ങി മെഴുകി വരകാം. പിന്നെ ഇന്ന് തന്നെ നിങ്ങൾ കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നു.